ഓക്കെ, നമ്മുടെ പുതിയ ടോപ്പിക് എന്ന് പറയുന്നത് കോൺകോഡാണ്. ഇതിന് മുമ്പത്തെ ടോപ്പിക് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സമയം കളയുന്നില്ല, നേരെ നമ്മളിതാ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. ഓക്കെ, അപ്പോ എന്താണ് കോൺകോഡ് എന്ന് ചോദിച്ചാൽ അറിയാത്ത ആളുകൾ ഉണ്ടാവില്ല, എല്ലാവർക്കും അറിയാം അല്ലെ. സബ്ജക്ട് വെർബ് എഗ്രിമെന്റിനെയാണ് നമ്മൾ കോൺകോഡ് എന്ന് പറയുന്നത്. അതിന്റെ മറ്റൊരു പേരാണ് സബ്ജക്ട് വെർബ് എഗ്രിമെന്റ്. അതായത് ഇംഗ്ലീഷ് സെന്റൻസുകൾ സബ്ജക്റ്റും വെർബും തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ട്, ഒരു എന്താ പറയാ, ഒരു ധാരണയുണ്ട്. അത് കുറച്ച് റൂളുകളായിട്ട് നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുകയാണ്. ഇത് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്, ഒരു മസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒരു വാചകത്തിലെ കർത്താവും ക്രിയയും തമ്മിലുള്ള അഗ്രിമെന്റ് ആണ് ഇത്. കർത്താവും ക്രിയ എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റും വെർബും. ഓക്കെ, കർത്താവ് ഏകവചനമാണെങ്കിൽ, അതായത് സബ്ജക്ട് ഏകവചനാണെങ്കിൽ ക്രിയയും വെർബും ഏകവചനായിരിക്കണം. കർത്താവ് ബഹുവചനാണെങ്കിൽ, ദാറ്റ് മീൻസ് സബ്ജക്ട് ബഹുവചനാണെങ്കിൽ വെർബും ബഹുവചനായിരിക്കണം. ഷീ സിങ്സ് വെൽ, ദേ സിങ് വെൽ. ഓക്കെ, ഇവിടെ ഷീ സിങ്സ് എന്ന് പറഞ്ഞിരിക്കുന്നു, ഇവിടെ ദേ സിങ് എന്ന് പറയും. എന്തുകൊണ്ടാണ് ഇവിടെ സിങ്ങും ഇവിടെ സിങ്സും വന്നത്? ആർക്ക് പറയാൻ സാധിക്കും? അൻസി ഒന്ന് പറഞ്ഞേ, വൈ, എന്തുകൊണ്ടാണ് ഇപ്പുറത്ത് സിങ് എന്ന് പറഞ്ഞു, സിങ്സ് എന്ന് പറഞ്ഞു, ഇവിടെ സിങ് എന്ന് പറഞ്ഞു? എന്തുകൊണ്ടാണ്? പെട്ടെന്ന് പറഞ്ഞോളൂ, സമയമില്ല, നമുക്ക് വളരെ പെട്ടെന്ന് പറയണം. വെരി ഗുഡ്. എന്താണ് ഇവിടെ? ഷീ സിംഗുലർ ആണ്, അതുകൊണ്ട് വെർബ് സിംഗുലർ. ദേ പ്ലൂറൽ ആണ്, അതുകൊണ്ട് സിംഗുലർ, വെർബ് പ്ലൂറൽ. യെസ്. അതിനാണെങ്കിൽ ദിസ് ബുക്ക് ഈസ് ഗുഡ്, ഇവിടെ ദീസ് ബുക്സ് ആർ ഗുഡ്, ഇവിടെ ഈസും ഇവിടെ ആറും. എന്തുകൊണ്ട്? ഇത് സിംഗുലർ ആണ്. ദിസ് ബുക്ക്, ഈ പുസ്തകം. ദീസ് ബുക്സ്, ഈ പുസ്തകങ്ങൾ, അത് പ്ലൂറൽ ആണ്. നെക്സ്റ്റ്, ദ മാംഗോ ഈസ് ബാഡ്, ഒരു മാംഗോ ഉള്ളൂ. ദോസ് മാംഗോസ്, കുറെ മാംഗോസ് ഉണ്ട്, അതുകൊണ്ട് ആർ ബാഡ്. അപ്പൊ സബ്ജക്റ്റിനനുസരിച്ചാണ് വെർബ് എഴുതുന്നത് അല്ലെ. യെസ്. എ കൗ ഗിവ്സ് മിൽക്ക്, കൗസ് എന്ന് പറയുമ്പോഴോ ഗിവ് പ്ലൂറലായി. ഗിവ് എന്ന് പറയുമ്പോൾ അതിനുള്ളിൽ ഡു എന്ന് പറയുന്ന ഓക്സിലറി ഉള്ളത് അല്ലെ. ഗിവ്സ് എന്ന് പറയുമ്പോൾ അതിനുള്ളിൽ ഡസ് ആണ്, സിംഗുലറിന്റെ ഡസ് ആണ്, ഇതിൻ്റെ ഉള്ളിൽ പ്ലൂറലിന്റെ ഡു ആണ്. ഡൂൺ ഡസിന്റെ ഒക്കെ ഉപയോഗം നമ്മൾ ടെൻസിൽ കൃത്യമായിട്ട് പഠിക്കും. ടെൻസ് എത്തിയിട്ടില്ല, ടെൻസ് ടോപ്പിക് എത്തുമ്പോൾ നമ്മളത് വളരെ കൃത്യമായിട്ട് പഠിക്കും. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചോദിക്കാം എല്ലാവർക്കും. ഓക്കെ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ, അറിയാവുന്ന കാര്യങ്ങളാണ്. യെസ്, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. തുടക്കക്കാരായിട്ടുള്ള കുറെ ആളുകൾ ഈ ക്ലാസ്സിൽ ഉണ്ടെന്ന് എനിക്കറിയാം. സോ ഇഫ് യു ഹാവ് എനി ഡൗട്ട്, ഓക്കെ, പ്ലീസ് ലെറ്റ് ഇറ്റ് ബി ക്ലിയർഡ്, നോ പ്രോബ്ലം. ഓക്കെ, ഇനി നമ്മൾ റൂളുകളിലേക്ക് കിടക്കുകയാണ്. ഈ കോൺകോഡിനെ കുറെ റൂളുകളായി തിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ റൂൾ എന്ന് പറയുന്നത് ആൻഡിന്റെ ഉപയോഗമാണ്. ആൻഡ് എന്ന് പറയുന്ന വാക്ക് ഇതൊരു കൺജങ്ഷൻ ആണ്, നിങ്ങൾക്കറിയാം. രണ്ട് സെന്റൻസുകളെ അല്ലെങ്കിൽ രണ്ട് സബ്ജക്റ്റുകളെയൊക്കെ കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കൺജങ്ഷൻ ആണ് ആൻഡ്. ആൻഡ് ഉപയോഗിച്ചിട്ട് രണ്ട് സബ്ജക്റ്റുകളെ യോജിപ്പിച്ചാൽ അത് പ്ലൂറൽ ആവും അല്ലെ. ഒന്നിൽ കൂടുതൽ യോജിപ്പിക്കാനാണ് ആൻഡ് ഉപയോഗിക്കുന്നത്. അതൊരു ബേസിക് ആയ റൂളാണ്. ഉദാഹരണം നോക്കൂ, രാജു ഈസ് ഗോയിങ് ടുഡേ, റഹീം ഈസ് ഗോയിങ് ടുഡേ അല്ലെ. രാജു ഒരാള്, റഹീം ഒരാൾ. ഇത് രണ്ടും കൂടെ നമ്മൾ കൂട്ടിയിട്ട് രാജു ആൻഡ് റഹീം ആർ ഗോയിങ് ടുഡേ എന്ന് പറയാണ്. ആദ്യത്തെ ഈസ്, ഇവിടെ ആറ്. എന്തുകൊണ്ട് അവിടെ ആറ് വന്നു? എസ് ഇ എസ് എൻഡ് ചെയ്യുന്ന വെർബ് എല്ലാം സിംഗുലർ ആകും. അൻസി തീർച്ചയായിട്ടും ആകും കേട്ടോ. ഡസ് കൂടുമ്പോഴാണ് എസ് ഇ എസ് ആവുന്നത് കേട്ടോ. ഗുഡ്, നല്ല ചോദ്യം, മനസ്സിലായില്ലേ? അപ്പൊ ഗോന്റെ കൂടെ ഗോ പ്ലസ് ഡസ് ആണ് എന്ത്? ഗോസ്. വാക്ക് പ്ലസ് ഡസ് ആണ് വാക്സ്. ഓക്കെ, യെസ്. അപ്പൊ ഇവിടെ രാജുവും റഹീമും ഉള്ളത് കൊണ്ട് രണ്ടാളായി, അതുകൊണ്ട് ഇത് പ്ലൂറലായി. അപ്പൊ ആൻഡ് വന്നു കഴിഞ്ഞാൽ പ്ലൂറൽ ആകും എന്നുള്ളത് ഒരു സാമാന്യമായിട്ടുള്ള വിവരമാണല്ലോ, ആണല്ലോ, സംശയമൊന്നുമില്ലല്ലോ, ഇല്ല. എന്നാൽ ഇതിനകത്ത് ചെറിയ ഒന്ന് രണ്ട് പ്രശ്നങ്ങളുണ്ട്. രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിലേക്ക് വരാം. രാജു ആൻഡ് റഹീം ആർ, സാം ആൻഡ് സുമിത് ആർ അല്ലെ, പ്ലൂറൽ. ബ്ലൂ ആൻഡ് റെഡ് ആർ, നവി ആൻഡ് ഗോപാൽ. റീഡ് മീൻസ് ഡു പ്ലസ് റീഡ് ആണ്. ദാറ്റ് മീൻസ് റീഡ് എന്ന് പറയുന്നത് പ്ലൂറലാണ്. ഓക്കെ, എനിവേ ഈ ചോദ്യം, രണ്ട് ചോദ്യം ചെയ്യാം, എന്നിട്ട് നമുക്ക് അടുത്ത പോയിന്റിലേക്ക് വരാം. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ചേ. ക്വസ്റ്റ്യൻ നമ്പർ 1, ജോൺ ആൻഡ് ഹിസ് ബ്രദർ ഡാഷ് ഹാർഡ്. എല്ലാവരും ഈ ചോദ്യത്തിന്റെ ഉത്തരം ഒന്ന് ആൻസർ ചെയ്ത് നോക്കട്ടെ. എവരിബഡി പ്ലീസ് ആൻസർ ദിസ് ക്വസ്റ്റ്യൻ. യെസ്, വെരി ഗുഡ്. എന്താണ്? വർക്ക്. കാരണം ആൻഡ് വെച്ചിട്ട് ജോണിനെയും ഹിസ് ബ്രദർ രണ്ടും രണ്ട് ആൾക്കാരാണ്. അപ്പൊ രണ്ടുപേരുണ്ട് സബ്ജക്റ്റില്. രണ്ടുപേരെന്ന് പറയുമ്പോൾ പ്ലൂറൽ ആണ്, അതുകൊണ്ട് നമുക്ക് സിംഗുലർ ആയ വർക്ക്സ് പറ്റില്ല. ഇതിനുള്ളിൽ ഡസ് ആണല്ലേ ഓക്സിലറി, വർക്കിന്റെ ഉള്ളിൽ ഡു ആണ്. ദിസ് ഇസ് ദ പോസ്, എന്താ പറയുക, പ്ലൂറൽ.
പിന്നെ വർക്കിങ്ങിന്റെ മുമ്പിൽ പറ്റില്ല, കാരണം ഇവിടെ ഒരു ഓക്സിലറി വേണം. ഈസ് വർക്കിംഗ് ആണെങ്കിൽ ശരിയാവും അല്ലേ? അല്ല സോറി പ്ലൂറൽ അല്ലേ, ആർ വർക്കിംഗ് ആയിരുന്നെങ്കിൽ പ്ലൂറൽ ശരിയാവുമായിരുന്നു. പിന്നെ വിൽ ബി വർക്ക് എന്ന് പറയുന്നത് വിൽ ബി വർക്കിംഗ് എന്ന് വേണമായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ശരിയാക്കായിരുന്നു. അതാണ് എൻ്റെ അവിടെ നിൽക്കട്ടെ. ഇവിടെ ഉള്ളതിനകത്ത് ഓപ്ഷൻ സി ആണ് ഇവിടെ പ്ലൂറലായി തന്നിരിക്കുന്ന ഒരു ശരിയായ ഓപ്ഷൻ. അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് ശരി. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിച്ചോളൂ. ഇല്ല, നമ്മൾ രണ്ടാമത്തെ ചോദ്യത്തിൽ കിടക്കാൻ പോവാണ്. എന്താണ് ക്വസ്റ്റ്യൻ നമ്പർ 2? മേരി ആൻഡ് ദേവി ഡാഷ് ടു സ്കൂൾ. ഓക്കെ, മേരി ആൻഡ് ദേവി ഡാഷ് ടു സ്കൂൾ. യെസ്, വെരി ഗുഡ് ലിൻസി, സുജി, എക്സലന്റ്. ഇവിടെ എന്താ വരിക? മേരി ഒരാള്, ദേവി ഒരാള് അല്ലെ? നമ്മൾ മേരി ചേച്ചി, നമ്മളെ ദേവി ചേച്ചി. മേരി ചേച്ചിയും ദേവി ചേച്ചി രണ്ടാൾക്കാരുണ്ട്. അതുകൊണ്ട് ഗോസ് പറ്റൂല. ഗോയിങ് പറ്റുമായിരുന്നു, ആർ ഗോയിങ്ങോ വേർ ഗോയിങ്ങോ ഒക്കെ ആയിരുന്നെങ്കിൽ. ഗോൺ പറ്റൂല, കാരണം ഇത് V3 അല്ലേ. ഇതിവിടെ ഹാവ് ഗോൺ ആയിരുന്നെങ്കിൽ അത് നമുക്ക് തിരഞ്ഞെടുക്കാമായിരുന്നു. അപ്പൊ ഇവിടെ ഓപ്ഷൻ എ ആണ്. സംശയം ഉണ്ടോ? ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. If you have any doubt, മറക്കരുത്, ചോദിച്ചോളാം. ഓക്കെ, ക്ലിയർ അല്ലേ? റിസ്വാന വന്നിട്ടുണ്ടല്ലോ നമുക്ക് ക്ലാസ്സിൽ. വേറെ ആരെങ്കിലും പുതിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. ആരൊക്കെ ന്യൂ സ്റ്റുഡൻസ്? യെസ്. അപ്പൊ നമ്മൾ ഈ പോയിന്റ്, ബേസിക് ആയിട്ടുള്ള പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ആൻഡ് വെച്ച് രണ്ട് സബ്ജക്റ്റുകളെ യോജിപ്പിച്ച് കഴിഞ്ഞാൽ പ്ലൂറലാണ്. ഇത് ചെറിയ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിക്ക് അറിയാവുന്ന പൊതുവായിട്ടുള്ള ഒരു വസ്തുതയാണ്. എന്നാൽ ഇതിൽ ചെറിയ പ്രശ്നമുണ്ട്. രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, രണ്ടു നാമങ്ങൾ ആൻഡ് ഉപയോഗിച്ച് യോജിപ്പിച്ചതാണെങ്കിലും ഒരു യൂണിറ്റിനെ, അതായത് സിംഗിൾ യൂണിറ്റിനെ കുറിക്കുന്നുവെങ്കിൽ ആ സെന്റൻസ് സിംഗുലറായാണ് പരിഗണിക്കുക. ഉദാഹരണം, ബ്രെഡ് ആൻഡ് ബട്ടർ. ഇവിടെ ആൻഡ് ഉണ്ട് എന്ന് കരുതിയിട്ട് അത് പ്ലൂറൽ ആക്കണ്ട. ഈസ് സിംഗുലർ, ഈസ് ഹിസ് ഫേവറേറ്റ് ഫുഡ്. ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് പറയുന്നത് സിംഗിൾ യൂണിറ്റിനെ കുറിക്കുന്നത്. അത് ചില ശൈലികളാണ്. അതെന്തുകൊണ്ട് അത് സിംഗിൾ യൂണിറ്റ് ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചില ശൈലികളാണ്, അതുകൊണ്ടാണ്. ഓക്കെ, ശൈലികളായതുകൊണ്ടാണ് കേട്ടോ. ഒരു എമർജൻസി കോൾ ഉണ്ട്, റിയലി സോറി, ഒന്ന് അറ്റൻഡ് ചെയ്യട്ടെ.
ഓക്കെ, റിയലി സോറി, ചെറിയൊരു എമർജൻസി ആയതുകൊണ്ടാണ് കോള് എടുത്തത്. ഓക്കെ, അപ്പൊ നിങ്ങൾ കുറച്ച് ശൈലികൾ കണ്ടോ ഇവിടെ. ബ്രെഡ് ആൻഡ് ബട്ടർ, ബ്രെഡ് ആൻഡ് ജാം, ടൈം ആൻഡ് ടൈഡ്, ഏജ് ആൻഡ് എക്സ്പീരിയൻസ്, ഓൾ ദാറ്റ് ലിറ്റേഴ്സ്, സം ആൻഡ് സബ്സ്റ്റൻസ്, ഓൾ വർക്ക് ആൻഡ് നോ പ്ലേ, മിൽക്ക് ആൻഡ് ബട്ടർ, പെൻ ആൻഡ് ഇങ്ക്, ഹോഴ്സ് ആൻഡ് കാരിയച്ച്, ബുള്ളക്ക് ആൻഡ് കാർട്ട്, റൈസ് ആൻഡ് കറി, ത്രെഡ് ആൻഡ് നീഡിൽ, കപ്പ് ആൻഡ് സോഴ്സ്, റൈസ് ആൻഡ് ഫോൾ. ഇതിൽ പലതും ചോദിച്ചിട്ടൊന്നുമില്ല, ഇതിൽ ചിലത് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. പക്ഷെ ഇതിൽ ഏതാ ചോദിക്കാന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ശൈലികളൊന്ന് ഓർത്ത് വെച്ചാൽ മതി. സിംഗിൾ യൂണിറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരും, എന്താ ഇപ്പൊ സിംഗിൾ യൂണിറ്റ് നമ്മളെങ്ങനെ മനസ്സിലാക്കും? സിംഗിൾ യൂണിറ്റ് മനസ്സിലാക്കാനാണ് ഞാൻ ഈ ലിസ്റ്റ് തന്നത്. ഇതിലേതെങ്കിലും വന്നാൽ ഇതിലേതിലേ വരുള്ളൂ, അതിനപ്പുറത്തേക്കൊന്നും വരില്ല. ഓക്കെ, അപ്പോ സിംഗിൾ യൂണിറ്റ് വന്നു കഴിഞ്ഞാൽ നോക്കി, സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ആണ്, സിംഗുലർ ആണ്. ഏജ് ആൻഡ് എക്സ്പീരിയൻസ് സിംഗുലർ ആണ്. ദി എയിം ആൻഡ് ഒബ്ജക്റ്റീവ് ഓഫ് മൈ ലൈഫ് ഇസ് നോട്ട് ദിസ്. ഏർലി ടു ബെഡ് ആൻഡ് ഏർലി ടു റൈസ് മേക്സ്. ഓക്കെ ഓക്കെ അല്ലേ? എന്താ ഒരു ആർക്കും ഒരു ഉഷാറില്ലാത്തത്? കമന്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതാണോ? കമന്റ് ചെയ്യുന്ന സ്ഥലം കണ്ടുപിടിച്ചില്ലേ എല്ലാവരും? അൻസി കമന്റ് ചെയ്യാൻ പാടുണ്ട് അല്ലേ? എന്താ ചെയ്യാം? ഇനിയിപ്പോൾ അത് മാറ്റുക എന്നൊക്കെ പറയുന്നത് വലിയ എന്താ പറയുക, എന്തെങ്കിലും സെറ്റിങ്സ് ഉണ്ടെങ്കിൽ ഞാൻ നോക്കാം. നിങ്ങൾ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ അതിനെപ്പറ്റി അന്വേഷിച്ചിരുന്നു. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടുണ്ട് അല്ലേ? ഓക്കെ, സ്റ്റേജിൽ വരുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ? ഇനി നിങ്ങൾക്ക് അങ്ങനെ വല്ല ഡൗട്ടൊക്കെ ചോദിക്കുകയാണെങ്കിൽ സ്റ്റേജിൽ ഇടയ്ക്ക് വരുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത്യാവശ്യം ചോദിക്കുകയാണെങ്കിലൊക്കെ റിക്വസ്റ്റ് തന്നിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ അക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, ഉഷാറല്ലേ? എന്താ ഒരു വിഷമം സുജി, ആതിര? ഒരു ബേജാറും വേണ്ട ചിഞ്ചു, ഒരു ബേജാറും വേണ്ട കേട്ടാ. ഇതൊക്കെ ഈ 50 ദിവസത്തെ ക്ലാസ് അങ്ങോട്ട് കഴിയുമ്പോഴേക്ക് ഇംഗ്ലീഷ് ഇങ്ങോട്ട് പോരും. ഇംഗ്ലീഷിൽ മാർക്കൊന്നും പോവില്ല. ഈ 50 ദിവസത്തെ ക്ലാസ് മാക്സിമം വേഗത്തിൽ തീർത്തിട്ട് നമുക്ക് കുറേ ചോദ്യങ്ങൾ ചെയ്യണം. 1000 1500 ചോദ്യം നമുക്ക് എന്ത് ചെയ്യണം? ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കണം, ചറപറ ചെയ്യണം. പക്ഷെ ഇതെല്ലാം പഠിച്ചാലല്ലേ നമുക്ക് ചെയ്യാനൊരു ഉഷാറുണ്ടാവുള്ളൂ കേട്ടോ. നിങ്ങൾ വെറുതെ ഒന്നും വിടൂല, ഡോണ്ട് വറി. നിങ്ങൾ എവിടെയെങ്കിലൊക്കെ എത്തിച്ചിട്ട് വിടുള്ളൂ, ഡോണ്ട് വറി. ഇംഗ്ലീഷിൽ പേടിക്കണ്ട കേട്ടാ. ദിനിഷ ഇവിടെ ഉണ്ടാവുക. ഓക്കെ, ബി ആക്റ്റീവ്, മിണ്ടാതിരിക്കാൻ പാടില്ല, ചാറ്റ് ചെയ്യാൻ പാടാണല്ലേ, മാക്സിമം ശ്രമിക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് എന്ന് വിരുദ്ധമായ പോയിന്റ്. ആൻഡ് വെച്ചിട്ട് സാധാരണ പറഞ്ഞു കഴിഞ്ഞാൽ പ്ലൂറലായിരിക്കും, പക്ഷെ ഇത്രയും കേസിൽ ഇത് സിംഗുലർ ആയിരിക്കും. പിന്നെ ഒരു കേസും കൂടി ഉണ്ട്. ഏതാ കേസ് ആർക്കും പറയാൻ പറ്റുമോ? അതിതാണ്. സോറി, അതല്ല, അത് ഞാൻ പറയാം. ഇതെങ്ങനെയാ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നമുക്ക് 2 ചോദ്യം ചെയ്ത് നോക്കിയാലോ? ക്വസ്റ്റ്യൻ നമ്പർ 3. ഇങ്ങനെ ഒരു ചോദ്യമാണ് പരീക്ഷയ്ക്ക് വന്നെങ്കിൽ നിങ്ങൾ എന്ത് എഴുതും? ഏജ് ആൻഡ് എക്സ്പീരിയൻസ് ഡാഷ് വിസ്ഡം ടു എ മാൻ. ഓൾ ദാറ്റ് ഗ്ലിറ്റേഴ്സ് വെച്ച് എക്സാമ്പിൾ. ഓൾ ദാറ്റ് ഗ്ലിറ്റേഴ്സ് വെച്ചിട്ട് ഒരു പ്രോവർബാ പറയുക സാധാരണ. ഞാൻ പറഞ്ഞുതരാം കേട്ടോ, മോഡൽ തരാം. വെയിറ്റ്. ഏജ് ആൻഡ് എക്സ്പീരിയൻസ് ഡാഷ് വിസ്ഡം. യെസ്, ഏജ് ആൻഡ് എക്സ്പീരിയൻസ് സിംഗിൾ യൂണിറ്റ് ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ബ്രിങ് പ്ലൂരൽ പറ്റൂല. ഹാവ് എന്ന് കണ്ടാൽ തന്നെ പ്ലൂരൽ പറ്റൂല. ആർ കണ്ടാൽ അറിയാം പ്ലൂരൽ പറ്റൂല. അപ്പൊ ഇവിടെ സിംഗുലർ ആര് മാത്രമേ ഉള്ളൂ? ബ്രിങ്സ് മാത്രമേ ഉള്ളൂ. So this is the answer for this question. So let's move to the next question. The horse and carriage dash at the door. ഈ പറഞ്ഞ 4ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എത്ര പേർക്ക് ചെയ്യാൻ സാധിക്കും? ലിൻസി VPA, അൻസി BS, നമ്മളെ അക്കാദമിയിൽ ഉണ്ടായിരുന്ന എരുമ ശിഷ്യന്മാരൊക്കെ ക്ലാസ്സിലുണ്ടല്ലോ. നിങ്ങളൊക്കെ എന്താ മിണ്ടാതിരിക്കുന്ന? എന്തെങ്കിലുമൊക്കെ മിണ്ടണം കേട്ടോ. രേഖ, മേരി, ആതിര. The horse and carriage ഡാഷ് അറ്റ് ദ ഡോർ. സിംഗുലർ ആണ്. അപ്പൊ ആറ് പ്ലൂറല, ഹാവ് പ്ലൂറല, വേറെ പ്ലൂറല. ആകെ ഉള്ളത് ഇവിടെ ഒരു സിംഗുലർ മാത്രമേ ഉള്ളൂ അല്ലേ? അതെ. അങ്ങനെയെങ്കിൽ നമ്മൾ വീണ്ടും മുമ്പോട്ട് പോവാണ്. ബ്രെഡ് ആൻഡ് ബട്ടർ ഡാഷ് ഗുഡ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. 5ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം നോക്കട്ടെ. ബ്രെഡ് ആൻഡ് ബട്ടർ ഡാഷ് ഗുഡ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. ബ്രെഡ് ആൻഡ് ബട്ടർ, ബ്രെഡ് ആൻഡ് ബട്ടർ സിംഗിൾ യൂണിറ്റ് ആണ്. സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഐസ് അല്ലെ, സിംഗുലർ ഇത് മാത്രമേ ഉള്ളൂ. അവിടെ കിട്ടി.
നേരത്തെ ആരും ചോദിച്ചു ഓൾ ദാറ്റ് ഗ്ലിറ്റേഴ്സ് അല്ലേ, പരീക്ഷയ്ക്ക് ചോദിക്കും ഓൾ ദാറ്റ് ഗ്ലിറ്റേഴ്സ് ഡാഷ് നോട്ട് ഗോൾഡ്, മിന്നുന്നതെല്ലാം പൊന്നല്ല. ഓപ്ഷൻ എ ഈസ്, ഓപ്ഷൻ ബി ആറ്, ഏതാ? ഏതായിരിക്കും? ലളിതമായ ചോദ്യം അല്ലെ? ആരാ? സിമി അല്ലേ ചോദിച്ചത്? സിമി ഇസ് വരും. ബട്ട് സോറി, വൈ? ഓൾ ദാറ്റ് ഗ്ലിറ്റേഴ്സ് സിംഗുലർ ആണ്, സിംഗിൾ യൂണിറ്റ് ആണ്. കഴിഞ്ഞു. ഓക്കെ, ഇനി ഒരു പോയിന്റ് കൂടെ പറഞ്ഞാൽ ഈ ഒന്നാമത്തെ റൂള് തീരെ. രണ്ട് നാമങ്ങൾ ഒരു വ്യക്തിയെ തന്നെയാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ അത് സിംഗുലർ ആയിരിക്കും. ദ പോയറ്റ് ആൻഡ് ഡ്രമാറ്റിസ്റ്റ് വാസ് ഡെഡ്. പോയറ്റും ഡ്രമാറ്റിസ്റ്റും, കവിയും നാടകകൃത്തുമായ ആൾ മരിച്ചു. എന്നാൽ അടുത്തതിൽ പറഞ്ഞിരിക്കുന്നത് പോയറ്റ് ആൻഡ് ദ ഡ്രമാറ്റിസ്റ്റ് വേർ ഡെഡ്. ഇത് പ്ലൂറലാ. അതെന്താ ഈ മേലത്തെയും താഴത്തെയും സെന്റൻസുകൾ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഒരു സ്ഥലത്ത് വാസ് എന്ന് പറഞ്ഞിരിക്കുന്നു, രണ്ടാമത്തെ ഇടത്ത് വേറെന്നും പറഞ്ഞിരിക്കുന്നു. എങ്ങനെയാണ് അത് മനസ്സിലാവുന്നത്? യെസ്, ആദ്യത്തതിൽ ഒരു ആർട്ടിക്കിളേ ഉള്ളൂ. ദാനെ നമ്മൾ എന്താ വിളിക്കുക? ഡെഫിനിറ്റ് ആർട്ടിക്കിൾ അല്ലേ? അങ്ങനെയല്ല പറയാ, ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്നല്ലേ ദാനെ നമ്മൾ പറയാ. നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ ആർട്ടിക്കിൾ പഠിച്ചല്ലേ, ഡെഫിനിറ്റ് ആർട്ടിക്കിൾ. അപ്പൊ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഒരു സ്ഥലത്തേ ഉള്ളൂ, ഇവിടെ ഇല്ല. ഇവിടെ രണ്ട് സ്ഥലത്തും ഉണ്ട് കണ്ടോ. അതിന്റെ അർത്ഥം ഇത് രണ്ടും രണ്ട് വ്യക്തികളാ. കവിയും മരിച്ചിട്ടുണ്ട്, നാടകൃത്തും മരിച്ചിട്ടുണ്ട്. മേലെ പറഞ്ഞത് കവിയും നാടകൃത്തുമായ ഒരാൾ മരിച്ചു. മനസ്സിലായോ? അപ്പോ ഡെഫിനിറ്റ് ആർട്ടിക്കിളും അല്ലെങ്കിൽ പ്രോനൗൺസുകൾ. ഓക്കെ, പ്രോനൗൺസ് എന്ന് പറഞ്ഞാൽ മൈ, ഹിസ്, ഹെർ, യുവർ, ഇങ്ങനത്തെ സാധനമാണ് പ്രോനൗൺസ് ആയിട്ട് വരിക. ഇങ്ങനെയുള്ള പ്രോനൗൺസുകളോ അല്ലെങ്കിൽ ഡെഫിനിറ്റ് ആർട്ടിക്കിളായ ദായോ രണ്ടിടത്തും വന്നാൽ പ്ലൂറൽ, ഒരിടത്ത് മാത്രം വന്നാൽ സിംഗുലർ. രണ്ടിടത്ത് വന്നാൽ പ്ലൂറൽ, ഒരിടത്ത് മാത്രം വന്നാൽ സിംഗുലർ. ഇവിടെ നോക്കിയേ, ദ പ്ലേ റൈറ്റർ ആൻഡ് ഡയറക്ടർ. ഇവിടെ ഒരു സ്ഥലത്തേ ഉള്ളൂ, അതുകൊണ്ട് ഇസ് സിംഗുലർ ആണ്. ഇസ് ലൈറ്റിംഗ് ദ ലാമ്പ്. മൈ അങ്കിൾ, മൈ എന്ന് പറയുന്ന പ്രോനൗൺ ഇവിടെ ഉണ്ട്, ഇവിടെ ഇല്ല, സോ സിംഗുലർ. ദ പ്രിൻസിപ്പാൾ ആൻഡ് മാനേജർ ഒരു സ്ഥലത്തേ ഉള്ളൂ, ദ അല്ലെ? ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഒരു സ്ഥലത്തേ ഉള്ളൂ. അവർ പ്രിൻസിപ്പാൾ പ്രോനൗൺ ഒരു സ്ഥലത്തേ ഉള്ളൂ, അതുകൊണ്ട് ഇതെല്ലാം സിംഗുലർ ആണ്. മനസ്സിലായില്ലേ? ഇതിന് പകരം നിങ്ങൾ നോക്കിയ ദ പ്രിൻസിപ്പാൾ ആൻഡ് ദ ക്ലാസ് ടീച്ചർ എന്ന് പറഞ്ഞാലോ പ്ലൂറൽ. കാരണം രണ്ടിടത്തും എന്തുണ്ട്? ധായുണ്ട്. രണ്ടിടത്തും ധായുണ്ട്, രണ്ടിടത്തും ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉണ്ട്. അങ്ങനെ രണ്ടിടത്തും ഡെഫിനിറ്റ് ആർട്ടിക്കിളോ പൊസസീവ് പ്രൊനൗൺസുകളോ വരികയാണെങ്കിൽ അതിനകത്തുള്ള വെർബ് പ്ലൂറൽ ആയിരിക്കണം. അല്ലാതെ ഒരിടത്ത് മാത്രം, ഒരു ഭാഗത്ത് മാത്രം, അതായത് ആദ്യ ഭാഗത്ത് മാത്രമേ ഡെഫിനിറ്റ് ആർട്ടിക്കിളോ അല്ലെങ്കിൽ പൊസസീവ് പ്രൊനൗൺസോ വരുന്നുണ്ടെങ്കിൽ അത് സിംഗുലർ ആയിരിക്കും. ഈ റൂളിൽ എന്തെങ്കിലും സംശയം ആർക്കെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ചോദിക്കാം. സംഗതി ക്ലിയർ ആണെങ്കിൽ ഞാൻ കുറച്ച് ചോദ്യത്തിലേക്ക് പോവാം. ദിസ് ഈസ് ദ ക്വസ്റ്റ്യൻ. ആറാമത്തെ ചോദ്യമാണ്. ഞാൻ ഈ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചോദ്യത്തിന്റെ ഉത്തരം തെറ്റില്ല. മൈ ബെസ്റ്റ് ഫ്രണ്ട് ആൻഡ് സിവിയറസ്റ്റ് ക്രിട്ടിക് ഡാഷ് മൈ മദർ. മൈ ബെസ്റ്റ് ഫ്രണ്ട് ആൻഡ് സിവിയറസ്റ്റ് ക്രിട്ടിക് ഡാഷ് മൈ മദർ. എല്ലാവരും പറയുന്നു ഓപ്ഷൻ ഡി ആണ് ശരിയെന്ന്. നോക്കാം. മൈ ബെസ്റ്റ് ഫ്രണ്ട് ആൻഡ് ഇവിടെ എന്തില്ല? ഇതുപോലത്തെ പൊസസീവ് പ്രൊനൗൺ ഇല്ല. രണ്ടും ഒരാൾ തന്നെയാണ്. എൻ്റെ അടുത്ത സുഹൃത്തും എൻ്റെ വിമർശകയും എൻ്റെ അമ്മ തന്നെയാണ്, ഒരു വ്യക്തിയാണ്. ഓക്കെ, യെസ്. അങ്ങനെയെങ്കിലും നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 7 ഒന്ന് ആൻസർ ചെയ്തേ. ദ പ്രിൻസിപ്പൽ ആൻഡ് ചെയർമാൻ ഡാഷ് ദ മീറ്റിംഗ്. ദ പ്രിൻസിപ്പൽ ഉണ്ട്, ചെയർമാന്റെ മുമ്പിൽ ഇതായില്ല. അതിന്റെ അർത്ഥം രണ്ടും ഒരാളാണെന്നാണ്. അങ്ങനെയെങ്കിൽ ഇവിടെ ഏതായിരിക്കും ശരി ഉത്തരം? ഏതായിരിക്കും?
ലൈവിൽ വരുന്ന കുട്ടികളുടെ എണ്ണം വളരെ കുറവാണല്ലോ. കൂടുതൽ ആൾക്കാർ റെക്കോർഡാണ് കാണുന്നത് അല്ലേ? എന്താ അങ്ങനെ? ലൈവിൽ വരുന്നതാണ് നിങ്ങൾക്ക് ലാഭം. പിന്നീട് സമയം കളയേണ്ടതില്ല. ഞാൻ കുറേ തവണ പറഞ്ഞു, ലൈവിന് വരുന്നതാണ് നിങ്ങൾക്ക് ലാഭം. ഓക്കെ. ദ പ്രിൻസിപ്പൽ ആൻഡ് ചെയർമാൻ ഒരാളായതുകൊണ്ട് ഇത് പ്ലൂറലാണ്. ഹാവ് രണ്ടെണ്ണം വെട്ടിക്കളഞ്ഞു. ഹാസ് നോട്ട് അറ്റൻഡഡ് ഉണ്ട്, ഹാസ് നോട്ട് ബീൻ അറ്റൻഡഡ്. ഈ ബീനിന്റെ ആവശ്യം എന്തിനാ? ഉണ്ടോ റിസ്വാന? ബീൻ എന്ന് പറയുന്നത് എവിടെയാ? പാസീവ് വോയിസിലാണ് യൂസ് ചെയ്യാറ് നമ്മൾ സാധാരണ. പാസീവ് വോയിസ് പഠിക്കുമ്പോൾ പറഞ്ഞുതരാം. അതൊരു ആവശ്യമില്ലാത്ത സാധനമാണ്. ഹാസ് നോട്ട് അറ്റൻഡഡ് ഇതാണ് ശരി അല്ലേ? ഓക്കെ. നോർമൽ കേസിൽ ഇത് പാസീവിലൊക്കെയാണ് ബീൻ പ്ലസ് V3 യൂസ് ചെയ്യുക. അതിൻ്റെ ആവശ്യം നമ്മൾ വരുന്നില്ല. യെസ്. അടുത്തത് നമ്മൾ ഇനി റൂൾ നമ്പർ 2 പോവാണ്. ഞാൻ ഇവിടെ കുറച്ച് വാക്കുകൾ തന്നിട്ടുണ്ട്. ഈ വാക്കുകൾ ശ്രദ്ധിക്കുക. എനിവൺ, എനിബഡി, നോ വൺ, നോബഡി, എവ്രിവൺ, എവ്രിബഡി, സംവൺ, സംബഡി, എനിത്തിങ്, നത്തിങ്, സംതിങ്, എവ്രിതിങ്. ഈ പറയുന്ന വാക്കുകൾ ഏത് വന്നാലും ഒരു പാട്ട് പോലെ പഠിച്ചോളൂ. എനിവൺ, എനിബഡി, നോ വൺ, നോബഡി, എവ്രിവൺ, എവ്രിബഡി, സംവൺ, സംബഡി, എനിത്തിങ്, നത്തിങ്, സംതിങ്, എവ്രിതിങ്. ഇനി അല്ലെങ്കിൽ ഇങ്ങനെ പഠിച്ചാലും മതി. ബഡീസ്. ഓക്കെ. ബഡീസ് ആൻഡ് തിങ്സ്. Ones, buddies and things. ഇത് മൂന്നും സിംഗുലർ ആയിരിക്കും. ആൻസി പെർഫെക്റ്റ് കണ്ടീഷൻസിൽ ബീന് യൂസ് ചെയ്യും. പക്ഷെ അവിടെ ING വേണമല്ലോ. അവിടെ ING ഉണ്ടായിരുന്നോ? V3 അല്ലേ ഉപയോഗിച്ചിട്ടുള്ളത്. പെർഫെക്റ്റ് കണ്ടീഷൻസിൽ ബീന് യൂസ് ചെയ്യും, പക്ഷേ വെർബിന്റെ കൂടെ ING വേണം. മുമ്പ് തന്നിരിക്കുന്ന ചോദ്യത്തിൽ ING ഉണ്ടോ? അത് V3 വരുമ്പോൾ അത് പാസീവ് വോയിസ് ആണ്. ഓക്കെ. അപ്പൊ നോക്കിയേ, വൺസ്, ബഡീസ്, തിങ്സ്, ഇങ്ങനെ വരുന്ന വാക്കുകൾ നോക്കിയേ. വൺ ബഡി, വൺ ബഡി, വൺ ബഡി, വൺ ബഡി, തിങ്. ഇത്തരം വരുന്ന വാക്കുകൾ സിംഗുലർ ആണ്. എവ്രിബഡി ലൈക്സ്, സംബഡി ഹാസ് മെയ്ഡ് എ മിസ്റ്റേക്ക്, സംവൺ ഈസ് വെയിറ്റിംഗ് ഔട്ട്സൈഡ്, നോബഡി ഈസ് ആബ്സെന്റ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഒരിക്കൽ കൂടി പറഞ്ഞേ. Anyone, anybody, no one, nobody, everyone, everybody, someone, somebody, anything, nothing, something, everything. Okay, yes. അങ്ങനെയെങ്കിൽ ഓക്കെ, നമ്മൾ മുമ്പോട്ട് പോവാണ്. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഐ റിക്വസ്റ്റ് മിസ് ലിൻസി VP. ലിൻസിയെ നിങ്ങളുടെ സ്റ്റേജിലേക്ക് ഒന്ന് വാ, അക്സെപ്റ്റ് ചെയ്യും. ലിൻസി, മേരി, രേഷ്മ, ആർക്കാണ് ആദ്യം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും നോക്കിയാൽ? ഞാൻ രണ്ടാൾക്ക് റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട്. മേരി ഒന്ന് വർത്താനം പറഞ്ഞേ, ഹായ് എന്ന് പറഞ്ഞേ. സർ കേൾക്കാമോ? കേൾക്കാം. ഓക്കെ. അപ്പോ മേരി, ഈ ചോദ്യത്തിന്റെ ഉത്തരം എന്താ? എവ്രിബഡി ഡാഷ് ലിസ്ണിംഗ് ടു മ്യൂസിക്. എവ്രിബഡി ലവ്സ് ലിസ്ണിംഗ് ടു മ്യൂസിക്. അതെന്തുകൊണ്ടാണ് ലവ്സ് വന്നത്? ഇവിടെ ലവ് ഉണ്ട്, അതല്ലേ കുറച്ചുകൂടെ നല്ലത്? സിംഗുലർ ആയിരിക്കും സാർ എവരിബഡി അങ്ങനെയുള്ളതിന്. ബഡി അല്ലേ? ബഡി ആരൊക്കെ? ബഡീസ്, ഓൺസ്, തിങ്സ്. വൺസ്, ബഡീസ്, യെസ്. അപ്പൊ അതുകൊണ്ട് ഇത് സിംഗുലർ ആയിരിക്കും അല്ലെ? നമുക്ക് എന്തുകൊണ്ട് ലവിങ് പറ്റൂല? ING വരുമ്പോ ഇപ്പുറത്ത് എന്ത് വേണമായിരുന്നു? അല്ലെ? ഈസ് ലവിങ് എന്ന് വേണമായിരുന്നു അല്ലെ? അല്ലെങ്കിൽ മാസായാലും കുഴപ്പമില്ലായിരുന്നു. സിംഗുലറിനെ സൂചിപ്പിക്കാൻ ഒരു ഓക്സിജൻ രണ്ടുമില്ല, അതുകൊണ്ട് അത് പറ്റൂല അല്ലെ? ഓക്കെ. വില്ലും അവിടെ സ്യൂട്ടബിൾ അല്ല അല്ലെ? അതുകൊണ്ട് അവിടെ ഒരു അർത്ഥം കറക്റ്റ് ആവും. എവ്രിബഡി വിൽ ലവിങ് ലിസ്ണിങ് എന്ന് പറയുമ്പോൾ ലവിങ് പിന്നെ ലിസ്ണിങ് എന്ന് പറയുന്നത് ശരിയല്ല. കാരണം രണ്ടും ING വരും അല്ലെ? സൂട്ടാവുകയില്ല. അപ്പൊ ഇവിടെ സംശയം വരിക ലവ് ആണോ ലവ്സ് ആണോ? അപ്പൊ ലവ്സ് നമ്മൾ തിരഞ്ഞെടുക്കാനുള്ള കാരണം ബിക്കോസ് അവിടെ നിൽക്കേ പോലെ
അടുത്തത് സംബഡി ഡാഷ് ദ ബുക്ക്. 9ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറഞ്ഞേ. Is taken the book. സംബഡി Is taken the book. ഇസ് ടേക്കൺ ദ ബുക്ക്. ഹാവ് വരില്ല അല്ലെ, പ്ലൂരലാണ്. അതെ. ടേക്കൺ എന്താ വരാത്തെ? സിംഗുലറിന്റെ പ്ലൂരലിന്റെ ഓക്സിലറി ഇല്ല. ഇതിൽ സിംഗുലർ ആണോ പ്ലൂറലാണോ എന്ന് അറിയില്ല അല്ലെ. V3 വരുമ്പോ എന്തായാലും ഹാസോ അല്ലെങ്കിൽ ഹാവോ വേണ്ടതാണ്. ഇത് രണ്ടും ഇതിന്റെ കൂടെ ഇല്ല. പിന്നെ ഇത് രണ്ടുമാണ് കൺഫ്യൂഷൻ ഉള്ളത്. അതിൽ മേരി പറഞ്ഞു ഈസ് ടേക്കൺ ആണെന്നുള്ളത്. ഈസ് ടേക്കൺ, ഇസ് ആമ് ആറ് വരുമ്പോൾ എന്താണ് വെർബിന്റെ ഫോം? ആമ് ആറ് ഇസ് വന്നാൽ വെർബിന്റെ കൂടെ ING വേണ്ടേ? വേണ്ടേ? വേണം സർ. ഇവിടെ ING ഉണ്ടോ? ഇല്ല ഇല്ല. അപ്പൊ അത് തെറ്റല്ലേ? അതെ അതെ. ഈസ് ടേക്കിംഗ് എന്നായിരുന്നു വേണ്ടിയിരുന്നത്. അതില്ലാത്തതുകൊണ്ട് അത് തെറ്റാണ്. അപ്പൊ നമുക്കിവിടെ ഉള്ളത് ഹാസ് ടേക്കൺ ആണ് അല്ലെ. ഹാസ് പ്ലസ് V3 അല്ലേ വേണ്ടത്, ശരിയല്ലേ? ആണ് സർ. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കണം. കുഴപ്പമില്ല കേട്ടോ, ഇങ്ങനെ തെറ്റണം. ഇങ്ങനെ തെറ്റിയത് കൊണ്ട് മേരീനെ ഒരിക്കലും തെറ്റിക്കില്ല. പരീക്ഷയ്ക്ക് വരുമ്പോ കൃത്യമായിട്ട് നോക്കണം. വെറുതെ ഒരു മുൻധാരണ വെച്ചുകൊണ്ട് സിംഗുലർ ആണല്ലോ ഇസ് വന്നല്ലോ എന്ന് പറഞ്ഞാൽ ആൻസർ ചെയ്ത് പോകരുത്. നമ്മുടെ ക്ലാസ്സിലെ കുട്ടികൾക്ക് അത്തരം അബദ്ധങ്ങൾ സംഭവിക്കാനേ പാടില്ല. അതുകൊണ്ട് കൃത്യമായി മനസ്സിലാക്കി പോകും. ഇത് കഴിഞ്ഞിട്ട് ഞാൻ കുറെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യും. അപ്പോഴേക്കും ഇതൊക്കെ കറക്റ്റ് ആവും കേട്ടോ. ഡോണ്ട് വറി. ഓക്കേ സർ, താങ്ക് യു. താങ്ക് യു. താങ്ക്സ് എ ലോട്ട് മേരി. ഓക്കെ, ഇനി നമുക്ക് മുമ്പോട്ട് പോവാം. അടുത്ത പോയിന്റ്, റൂൾ നമ്പർ 3. ഒരു വാക്യം ജെറണ്ടിലോ 2+ വെർബിലോ ആരംഭിച്ചാൽ തുടർന്ന് വരുന്ന ക്രിയ സിംഗുലർ ആയിരിക്കണം. എങ്ങനെയാ ജെറണ്ടിലോ 2+ വെർബിലോ ആരംഭിക്കുക? ജെറണ്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ING കൂട്ടിയിട്ട് നൗൺ ആക്കണം പരിപാടിയാ. ഇപ്പൊ സെന്റൻസ് തുടക്കത്തിലെ വാക്കിൽ ING ഉണ്ടോ നോക്കുക. ഓക്കെ, ലാഫിംഗ് ഈസ് ഗുഡ് ഫോർ ഹെൽത്ത്. റണ്ണിങ് ഈസ് എ ഗുഡ് ഫോം ഓഫ് എക്സസൈസ്. ടു പ്ലേ കണ്ട 2+ verb with explosive is dangerous. Reading കണ്ടോ ING കണ്ടോ. ബുക്സ് ഈസ് മൈ ഫേവറേറ്റ് പാസ്റ്റൈം. ഇത് കൂടുതൽ പഠിക്കാനൊന്നുമില്ല, സിമ്പിൾ ആയ കാര്യമാണ്. സംഭവം മനസ്സിലായല്ലോ. ജെറണ്ടിലോ 2+ വെർബിലോ ആരംഭിക്കുന്ന സെന്റൻസുകൾ സിംഗുലർ ആയിരിക്കും. ചോദ്യം, ഓക്കെ, റീഡിങ് ബുക്സ് ഡാഷ് ഓഫൺ വെരി എൻജോയബിൾ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. സോ ഇതിന്റെ ആൻസർ എന്താ നിങ്ങൾ പറഞ്ഞ? ഇത് നിസ്സാരമായ ചോദ്യമാണ്. റീഡിങ് കണ്ടു അല്ലേ? ഓപ്ഷൻ എ ആണ്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ടു സീ ഹർ അൺഹാപ്പി ഡാഷ് അൺബിയറബിൾ. ആൻസർ ചെയ്തോളൂ, സിമ്പിളായ കാര്യം അല്ലേ? സബിന, ഷമീറെ, അല്ലേ? ഡൗട്ടുകളുണ്ടോ ചോദിക്കാം കേട്ടോ, സംശയങ്ങളുണ്ടോ ചോദിച്ചോളൂ. യെസ്, റൂൾ നമ്പർ 4ലേക്ക് വരാം. ഇതൊരു പ്രധാനപ്പെട്ട, വളരെ പ്രധാനപ്പെട്ട റൂളാണ്. ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, 1 തിങ്സ് ബഡീസ്, അതേപോലെ ഏറ്റവും കൂടുതൽ തവണ ചോദിക്കുന്ന ഒരു റൂളാണ്. കുറെ ഫുകളാണത്. അതായത് 1 ഓഫ്, 1 and half, every one of, each of, either of, neither of, the number of. Okay, 1 of, 1 and a half, every one of, each of, either of, neither of, the number of. ഇവരാലും തൊട്ടടുത്ത് വരുന്ന നൗണ് പ്ലൂറൽ ആയിരിക്കണം, പക്ഷെ വെർബ് സിംഗുലർ ആയിരിക്കണം. പ്ലൂറൽ നൗണ്, സിംഗുലർ വെർബ്. 1 ഓഫ്, ഇത് PSCയുടെ ഇഷ്ടഭാജനമാണ്. PSC എത്ര തവണ ഈ 1 ഓഫ് വെച്ച് ചോദ്യം ചോദിച്ചെന്ന് പറയാൻ പറ്റില്ല. കഴിഞ്ഞ കാലത്തെ ചോദ്യ പേപ്പറുകൾ എടുത്ത് പരിശോധിച്ചാൽ കോൺകോഡ് എന്നൊരു ചോദ്യം ഉണ്ടെങ്കിലും മിക്കവാറും 1 ഓഫ് ആയിരിക്കും, സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ശ്രദ്ധിക്കുക, 1 ഓഫ് കേട്ടോ. പിന്നെ 1 and half, every one of, each of, either of, neither of, the number of. ഇതെപ്പോഴും ചോദിക്കുന്നതുകൊണ്ട് നിങ്ങൾ കുറെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് തെറ്റില്ല. പക്ഷെ ഈച്ച് ഓഫ് ഒക്കെ ഒന്ന് സൂക്ഷിച്ചൂടാ. എയ്തർ ഓഫ്, നെയ്തർ ഓഫ്, ഇത് നെയ്തർ ഓഫ് ഒക്കെ ഭയങ്കര കൺഫ്യൂഷൻ വരും. നെയ്തർ ഓഫ് ആണെങ്കിൽ പ്ലൂറൽ സബ്ജക്റ്റും സിംഗുലർ വെർബും. ആതിര എന്തേ ചോദിക്കണ്ടോ? ഓക്കെ, 1 ഓഫ് ദ ബോയ്സ് കണ്ടോ, അത് പ്ലൂറലാ, കംസ് സിംഗുലർ ഹിയർ.
വൺ ഓഫ് ദ മെൻ അല്ലെ പ്ലൂറൽ വാസ് സിംഗുലർ ആബ്സെന്റ്. 1.5 years പ്ലൂറൽ ഇസ് സിംഗുലർ. എയ്തർ ഓഫ് ദം പ്ലൂറൽ ഇസ് സിംഗുലർ. നെയ്തർ ഓഫ് ദം എന്ന് പറഞ്ഞാൽ അവർ എന്ന് പറഞ്ഞാൽ പ്ലൂറൽ അല്ലേ? അതെ. വാസ് സിംഗുലർ. ദ നമ്പർ ഓഫ് മാംഗോസ് എന്ന് പറഞ്ഞാൽ കുറെ മാങ്ങയുണ്ട് പ്ലൂറൽ. ഇൻ ദ ബാസ്കറ്റ് വെർബ് തന്നെ ഇസ് സിംഗുലർ. ഓക്കെ, ഗോട്ട് ഇറ്റ്? എന്താണ് ആതിരയെ ചോദിച്ചോ? സാർ തൊട്ട് മുന്നിലത്തെ റൂള് പറഞ്ഞില്ലേ, റൂൾ 3, അതില് നമ്മളൊരു പ്രോബ്ലം ചെയ്തില്ലേ? അവസാനത്തെ പ്രോബ്ലം ഏതാ? റൂൾ 3-ലെ ടു സീ ഹർ അൺഹാപ്പി. അപ്പൊ 2+ വെർബ് വരുന്ന സമയത്ത് സിംഗുലർ ആണെന്ന് പറഞ്ഞു. ഇവിടെ ഈസും വരുന്നുണ്ട്, ഹാസും വരുന്നുണ്ട്. അപ്പൊ അത് എങ്ങനെ കൺഫ്യൂഷൻ എങ്ങനെ മനസ്സിലാവാന്ന? ഈസ് എങ്ങനെ വന്നു എന്നുള്ളത്. അപ്പൊ നമ്മൾ അതിന്റെ മീനിങ് നോക്കുക. ടു സീ ഹർ അൺഹാപ്പി, അവളെ അസന്തുഷ്ടയായി കാണുന്നത് അസഹനീയമാകുന്നു. ആകുന്നു എന്നുള്ളതിന് ഇംഗ്ലീഷിൽ എന്താ പറയാം? ഈസ് അല്ലെ? ആകുന്നു, ആണ് എന്നതിന് ഈസ് ആമാറല്ലേ ഉപയോഗിക്കുക. അവളെ സന്തോഷമില്ലാതെ കാണുന്നത് എനിക്ക് അൺബിയറബിൾ ആണ്, അസഹനീയമാകുന്നു, അസഹനീയമാണ്. അസഹനീയമാണെന്നുള്ളതിന് ഹാസ് പറ്റൂലല്ലോ. അതേസമയം ഈ ഇത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു V3, ഒരു വെർബിന്റെ V3 രൂപമാണെന്ന് വിചാരിക്കും, അപ്പൊ ഹാസ് ആയിരിക്കും. ഓക്കെ, യെസ്. അതിനിപ്പോ ഒരു എക്സാമ്പിൾ മനസ്സിലേക്ക് വരുന്നില്ല. അങ്ങനത്തെ സെന്റൻസ് ഉണ്ടാവില്ല. 2+ വെർബ് വരുമ്പോൾ ഹാസ് വരുന്ന സെന്റൻസ് ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ല, വരാൻ സാധ്യതയില്ല കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലായല്ലോ? ആകുന്നു. യെസ്, ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്ക് അടുത്ത പോയിന്റ്, നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന 4ാമത്തെ റൂളാണ് വൺ ഓഫിന്റെ റൂൾ അല്ലെ? അപ്പൊ നമ്മളിതായി ചോദ്യം 12ാമത്തെ ചോദ്യമാണ്. അപ്പോ ആതിര എന്നെ ഒന്നുകൂടെ വന്നേ സ്റ്റേജിലേക്ക്. ആതിര കേൾക്കുന്നുണ്ടോ? ആതിര ശബ്ദം കേൾക്കുന്നില്ലല്ലോ. ആതിര മിണ്ടാത്തോണ്ടാണോ കേൾക്കാത്തോണ്ടാണോ? ഹലോ, ഓക്കെ, കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. ഈ ചോദ്യത്തിന്റെ ഉത്തരം ഒന്ന് പറഞ്ഞേ. വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ഡാഷ് ഇൻ മുംബൈ നൗ. ലിവ്സ് അല്ലേ? എങ്ങനെയാ അത് മനസ്സിലായത് ലിവ്സ് ആന്നുള്ളത്? അത് പ്ലൂറൽ നൗൺ ആണ് വരുന്നത്, അപ്പൊ സിംഗുലർ വെർബ് ആയിരിക്കണം. യെസ്, വൺ ഓഫ് വന്നാൽ പ്ലൂറൽ നൗണും സിംഗുലർ വെർബും. അപ്പൊ ലിവ് എന്താ ഉപയോഗിക്കാതിരുന്ന? ലിവ് പ്ലൂറൽ ആണ്. ലിവിന്റെ ഉള്ളിൽ ഏത് ഓക്സിലറി ഒളിഞ്ഞിരിക്കുന്നത്? ഡു അല്ലെ? പ്ലൂറൽ ആണ്. ഈ ഡസിന്റെ ഉള്ളിൽ ആരാ? അല്ല സോറി, ലിവ്സിന്റെ ഉള്ളില് ഡസ്. ലിവിഡ് പിന്നെ അവിടെ നമുക്ക് നൗ ഉള്ളത് കൊണ്ട് പ്രസന്റാ, ലിവിഡ് പറ്റില്ല അല്ലേ? വൺ ഓഫ് മൈ ഫ്രണ്ട്സ് നൗ, ഇപ്പൊ താമസിക്കുന്ന കാര്യമാണ് പറയുന്നത്, അപ്പൊ പാസ്റ്റ് പറ്റൂല. എന്തുകൊണ്ടാണ് ലിവിങ് ഒഴിവാക്കിയത് 1ാമത്തെ ഓപ്ഷനെ? അതിലേക്ക് എന്തെങ്കിലും മറുപടി ഉണ്ടോ? ING വരുമ്പോ മുമ്പിൽ ഒരു ഓക്സിലറി വേണം അല്ലെ? ഇസ് വേണം. ഇസ് ലിവിങ് എന്നാണ്, കുഴപ്പമില്ലായിരുന്നു. വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ഇസ് ലിവിങ് ഇൻ മുംബൈ എന്ന് പറഞ്ഞാൽ അത് ശരിയാ. ഓക്സിലറി ഇല്ലാതെ ING വരുമ്പോ ഇപ്പൊ ഓക്സിലറി വേണം അല്ലെ? യെസ്, ഓക്കെ, പോലെ. ഈ ചോദ്യത്തിന്റെ ഉത്തരം നെയ്തർ ഓഫ് ദം ഡാഷ് ദ ആൻസർ എന്ന് പറഞ്ഞ പ്ലൂറൽ നൗൺ ആവുന്ന സമയത്ത് സിംഗുലർ വെർബ് വരണം, അപ്പം നൗസ് വരും. നെയ്തർ ഓഫ് കഴിഞ്ഞാൽ പ്ലൂറൽ നൗണും സിംഗുലർ വെർബും. അപ്പൊ ഇവിടെ നമുക്ക് സിംഗുലർ ആയിട്ട് കിടക്കുന്നത് നോസ് ഉണ്ട്, പിന്നെ ഈസ് നോയിങ് ഉണ്ട്, വാസ് നോയിങ് ഉണ്ട്. നോ തെറ്റാണ്. ഓക്കെ, ഇനി ഇതില് ഏതാണ് കറക്റ്റ് എന്നുള്ളതാണ് നമ്മളെ പ്രശ്നം. നെയ്തർ ഓഫ് ദം ഡാഷ് ദ ആൻസർ. ഇവിടെ എന്താ ഒരു ചോദ്യം കൂടി ഉണ്ട് അല്ലെ? നെയ്തർ ഓഫ് ദം, അവർക്ക് ആർക്കും തന്നെ ഉത്തരം അറിയില്ല.
അതൊരു പൊതുവായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, ഒരു കാര്യമാണ് പറയുന്നത് അല്ലെ. നോ എന്ന് പറയുന്ന വാക്ക് ഒരു കൈകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിയല്ല, ആണോ? ഒരു ആക്ഷൻ ആണോ? ഇല്ല. നോ തിങ്ക് എന്നൊക്കെ പറയുന്ന പ്രവൃത്തികളില്ലേ, അത്തരം പ്രവൃത്തികളുടെ കൂടെ നോർമൽ കേസിൽ നമ്മൾ എന്ത് ചെയ്യില്ല, ING ചേർക്കൂല. നോയിങ് എന്ന രൂപത്തിൽ, അതായത് നമ്മള് ഈ എന്താ പറയാ, കൈകൊണ്ട്, മനുഷ്യന്റെ കൈകൾ കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികളാണ് ഐ ആം വർക്കിംഗ്, ഐ ആം ഡൂയിങ്, ഐ ആം റൈറ്റിംഗ് എന്നൊക്കെ പറയാം. ഐ ആം നോയിങ് എന്ന് പറയില്ല നോന്റെ കൂടെ, അത് തെറ്റാണ് അല്ലേ? ഓക്കെ, അതുകൊണ്ട് നമുക്ക് രണ്ടും വെട്ടാം കേട്ടോ. അത്തരം കേസുകൾ ഐ നോസ്, ഓക്കെ, ഐ നോ, നോസ്, ഐ നോ, തിങ്ക് എന്നൊക്കെ നമ്മൾ പറയുള്ളൂ. ഓക്കെ, നോയിങ്, തിങ്കിങ് എന്ന അത്തരം സിറ്റുവേഷനിൽ പറയില്ല. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഈ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ ദ നമ്പർ ഓഫ് ഗേൾസ് ഡാഷ് വെരി ലോ. ഈ ദ നമ്പർ ഓഫ് ഞാൻ നേരത്തെ പറഞ്ഞ ലിസ്റ്റിൽ ഉണ്ടോ? ഉണ്ടോ? Neither of, the number of, one of, one and a half, every one of, each of, either of, neither of, the number of. അതങ്ങനെ പാട്ട് പോലെ പഠിച്ചാൽ മതി. വൺ ഓഫ്, വൺ ആൻഡ് ഹാഫ്, എവറി വൺ ഓഫ്, ഈച്ച് ഓഫ്, either of, neither of, the number of. വൺ ഓഫ്, വൺ ആൻഡ് ഹാഫ്, എവറി വൺ ഓഫ്, ഈച്ച് ഓഫ്, either of, neither of, the number of. The number of, the number of വന്നാൽ എന്താണ് റൂള്? The number of വന്നാൽ പ്ലൂറൽ നൗൺ ആണെങ്കിൽ സിംഗുലർ വെർബ് ആയിരിക്കണം. യെസ്. അപ്പൊ ഇവിടെ ഏതാ ശരി? ഈസ്. ഓപ്ഷൻ ബി. ബാക്കിയൊക്കെ പ്ലൂറൽ ആണ് അല്ലേ? ഓക്കെ, താങ്ക് യു ആതിര, താങ്ക്സ് എ ലോട്ട്. താങ്ക് യു സർ. അപ്പൊ നമുക്ക് ഇത്രയും റൂളുകൾ പഠിക്കാൻ പറ്റി. ഇനി നമ്മൾ മുമ്പോട്ട് പോവാണ്, റൂൾ നമ്പർ 5ലേക്ക് വരികയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ചോദിക്കാട്ടോ. റൂൾ നമ്പർ 5 ഒരു അഡ്വാൻസ്ഡ് ആയ പോയിന്റാണ് ഞാൻ പറയുന്നത്. കാരണം ഇത്ര നേരം തൊട്ട് മുമ്പത്തെ റൂൾ ഞാൻ വൺ ഓഫിനെ കുറിച്ച് പറഞ്ഞു. PSCയുടെ ഏറ്റവും പ്രിയപ്പെട്ട വാക്കാണ് വൺ ഓഫ്, PSCയുടെ ഇഷ്ടഭാജനമാണ് എന്ന് ഞാൻ പറഞ്ഞു. കാരണം എന്താ, ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ചു വന്ന കോൺകോഡിന്റെ ചോദ്യം വൺ ഓഫ് ആണ്. പക്ഷേ 100 പ്രാവശ്യം വൺ ഓഫ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ 1-2 തവണ വൺ ഓഫ് വെച്ചിട്ട് നമ്മളെ പറ്റിച്ചിട്ടുണ്ട്. കാരണം വൺ ഓഫ് വന്നാൽ നിങ്ങൾക്കറിയാം പ്ലൂറൽ നൗണും സിംഗുലർ വെർബുമാണ്. ചില സമയത്ത് അതിനൊരു വ്യത്യാസം വരും, അപൂർവമായിട്ട്. അത് പരീക്ഷയ്ക്ക് ഈ അടുത്ത കാലത്ത് ചോദിച്ചിട്ടുണ്ട്. കാരണം വൺ ഓഫ് കണ്ടാൽ എല്ലാവരും സിംഗുലർ വെർബ് എഴുതുമെന്നു ചാടി എഴുതുന്ന PSCക്ക് അറിയാം. അങ്ങനെ ചാടി എഴുതുന്ന ആൾക്കാരെ പറ്റിക്കാനാണ് PSC ഈ സംഭവം ഉപയോഗിച്ചത്. വൺ ഓഫ് ഉപയോഗിക്കുന്ന വാചകങ്ങളിൽ ഹൂ അല്ലെങ്കിൽ ദാറ്റ് എന്നീ റിലേറ്റീവ് പ്രോണൗണുകൾ വരികയാണെങ്കിൽ, ഇടയിൽ വരികയാണെങ്കിൽ, അതിന് ശേഷം വരുന്ന വെർബ് ഉണ്ടല്ലോ അത് പ്ലൂറലായിരിക്കണം. അത് പ്ലൂറലായിരിക്കണം. അതായത് വൺ ഓഫ് ദ ഫാർമേഴ്സ്, വൺ ഓഫ് എന്ന് നമ്മളോട് ഉപയോഗിച്ചിട്ടുണ്ട്, ദ ഫാർമേഴ്സ്. അത് കഴിഞ്ഞിട്ടൊരു ഹൂ വന്നത് കണ്ടോ? ആ ഹൂ വന്നത് കൊണ്ട് നോർമൽ കേസിൽ വൺ ഓഫ് ദ ഫാർമേഴ്സ് പ്ലാന്റ്സ് എന്നാണ് വേണ്ടത്, സിംഗുലർ. പക്ഷെ ഇവിടെ പ്ലൂറൽ ഉപയോഗിച്ചു. വൈ? ഹൂ ഉള്ളത് കൊണ്ട്. അവിടെ ഹൂ ഉള്ളത് കൊണ്ട്. ഹീസ് വൺ ഓഫ് കഴിഞ്ഞിട്ട് ദ മെൻ പ്ലൂറലാണ്. പക്ഷെ ഇവിടെ ഒരു ഹൂ വന്നു, അതുകൊണ്ട് ഇത് സിംഗുലർ ആവില്ല, പ്ലൂറൽ ആവും. അപ്പൊ സാധാരണ കേസിൽ പ്ലൂറൽ പ്ലസ് സിംഗുലർ ആണെങ്കിൽ വൺ ഓഫ് കഴിഞ്ഞ് ഹൂവോ ദാറ്റോ വന്നാൽ പ്ലൂറൽ പ്ലസ് പ്ലൂറലായി മാറും. ഹീസ് വൺ ഓഫ് മൈ അങ്കിൾസ് പ്ലൂറലാണ്. പക്ഷെ ഹൂ വന്നതുകൊണ്ട് ലിവ് പ്ലൂറലായി പോയി. രണ്ട് പ്ലൂറലായി, പ്ലൂറൽ. കാര്യം മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ നേരത്തെ ആരാണ് സ്റ്റേജിലേക്ക് വരാൻ താല്പര്യമുള്ള ഒരാൾ റിക്വസ്റ്റ് അയച്ചോ? ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ ധൈര്യമുള്ള ഒരാള് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഉണ്ടോ? ഒന്ന് കാണട്ടെ. അത്രയും ധൈര്യമുള്ള ഒരാളുണ്ടെങ്കിൽ, ഈ ചോദ്യത്തിന്റെ ഉത്തരം തെറ്റാതെ പറയാൻ കഴിയുന്ന ഒരാളുണ്ടെങ്കിൽ, ഇതൊരു അഡ്വാൻസ്ഡ് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യനാ, ഒരാളുണ്ടെങ്കിൽ അയക്കൂ സ്റ്റേജിലേക്ക് റിക്വസ്റ്റ്. ഇല്ല, ഞാൻ എരുമ ശിഷ്യനെ വിളിക്കും. ആരാ നമ്മൾ എരുമ ശിഷ്യ? രേഖ വന്നിട്ടുണ്ട്.
ഒരാളെങ്കിലും ഉണ്ട് നിങ്ങൾ അഭിമാനം കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. രേഖ വന്നു, രംഗത്ത് വന്നു. രേഖ പറഞ്ഞു എൻ്റെ കയ്യിൽ രേഖയുണ്ട്. എവിടെ മുങ്ങിയ രേഖയുമായി വരൂ. രേഖ, എൻ്റെ കയ്യിൽ രേഖയുണ്ട് ചോദിച്ചപ്പോ കൈ കാണിച്ചു തന്നു. ആ രേഖയാണോ രേഖ? വരാൻ പറ്റുന്നില്ല. റിസ്വാന എവിടെ? നമ്മളെ റിസ്വാന ഇന്ന് വന്ന ആളാ. നമ്മളെ പണ്ട് അണ്ണക്കാദമിയിലുണ്ടായിരുന്നു, നമ്മളെ എരുമ ശിഷ്യാണ്. റിസ്വാനെ ഒന്ന് വന്നിട്ട് അഭിമാനം കാത്തു സൂക്ഷിക്കും. വരില്ല. എന്നാ വേണ്ട, നമ്മളെ ജീനനെ വിളിക്കും അല്ലെ? നമ്മളെ കാസർഗോഡിന്റെ അഭിമാനം, കാസർഗോട്ടുകാരിയല്ലേ? മൈക്ക് വർക്കാവുന്നില്ല. ആർക്ക്? രേഖയ്ക്കോ? എന്നാ കുഴപ്പമില്ല കേട്ടാ. ഓക്കെ. സുബൈബ, അശ്വതി, ആരാ വന്നേ? സുബൈബ മൈക്ക് ഓണായിക്കോ. സുബൈബ, മൈക്ക് വർക്കാവുന്നില്ല. ഓക്കെ ആണോ? അവിടെ കാക്ക വരാൻ കേൾക്കുന്നുണ്ട്. ഹലോ ഹലോ, ഹലോ, കേൾക്കുന്നുണ്ടോ? ഹാവ്. ഈ ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞേ. ഹാവ്. ഹാവാ. സുബൈബ അവിടെ സ്പീക്കർ ഓൺ ആണെന്നോ? അത് ഓഫ് ചെയ്യണം. എക്കോ വരുന്നുണ്ട്. അപ്പൊ ഹീസ് വൺ ഓഫ് ദ ബെസ്റ്റ് ആക്ടേഴ്സ് ദാറ്റ് ഡാഷ് എവർ ലിവ്ഡ്. ഇതില് സുബൈബ പറഞ്ഞത് പ്രകാരം ഹാവ് ആണ് എന്നാണ് പറഞ്ഞത്. ശരിയാണ്. ഹാവ് ബീൻ എന്തായാലും വേണ്ടാണ്, പാസീവ് ആണ്. ഹാസ് ബീൻ, ബീന് വേണ്ട. പിന്നെ ഹാസാണോ ഹാവാണോ എന്നുള്ള വൺ ഓഫ് കണ്ടാൽ പിന്നെ എല്ലാവരും ഓടിപ്പോയിട്ട് ഹാസ് എഴുതും. പക്ഷെ ഇവിടെ ഹാസ് തെറ്റാണ്. എന്തുകൊണ്ടാ ഹാസ് തെറ്റിയത് സുബൈബ? സുബൈബന്റെ ശബ്ദം കേൾക്കുന്നില്ല. അപ്പൊ മൈക്ക് തന്നെ മൊത്തത്തിൽ ഓഫാക്കിയോ? എന്തുകൊണ്ട് ആര് കമന്റ് ഇടാൻ പറ്റുന്നത്? സുബൈബ, കമന്റ് ഇടുന്നവർക്കും പറയാം. വൈ? ഓക്കെ, എന്തായാലും സുബൈബയുടെ മൈക്ക് ഓഫാണ്. എനിവേ, താങ്ക് യു സുബൈബ, താങ്ക്സ് എ ലോട്ട്. സോ ഓക്കെ, താങ്ക് യു കേട്ടോ. അപ്പൊ ഇവിടെ ഡാറ്റ് വന്നതുകൊണ്ട് ഇതുണ്ടോ, ഇതൊരു ചതിയൻ ചോദ്യമാണ്, ചീറ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. ലക്ഷ്മിയെ, ദിസ് എ ചീറ്റിംഗ് ക്വസ്റ്റ്യൻ. ദേവി ലക്ഷ്മി കേൾക്കുന്നുണ്ടോ? ഒന്ന് ഹായ് പറഞ്ഞേ നോക്കട്ടെ. വൺ ഓഫ് കണ്ട സിംഗുലർ ആണല്ലോ നമ്മൾ എഴുതി പോവാ. പക്ഷെ ഈ കേസിൽ പ്ലൂറലായി പോയി. കാരണം ദാറ്റ് ആണ്. ഓക്കെ, ദേവി ലക്ഷ്മി മൈക്ക് ഓണാക്ക്. അടുത്ത ചോദ്യേ, ദേവിലക്ഷ്മി മിണ്ടുന്നില്ല, നമുക്ക് അടുത്താണ് നോക്കാം. അടുത്ത ചോദ്യം സുജി എന്ന് പറഞ്ഞേ. ഇതിന്റെ ആൻസർ എന്താ സുജി? ധൈര്യമായിട്ട് പറഞ്ഞു. നിങ്ങൾക്കത് പഠിച്ചു വരുന്നേ ഉള്ളൂ തോന്നുന്നല്ലേ? പിന്നെ എന്തൊക്കെയോ ടെക്നിക്കൽ പ്രശ്നം. സുജി കേൾക്കുന്നുണ്ടോ? ഇവിടെ വൺ ഓഫ് വന്നിട്ടുണ്ട്. അപ്പൊ ഉത്തരം ഏതാ? വൺ ഓഫ് വന്നാൽ പ്ലൂറൽ പ്ലസ് സിംഗുലർ അല്ലേ സുജി? അപ്പൊ ഇത് പ്ലൂറൽ ആണ് അല്ലേ? സ്വാഭാവികമായി ഇവിടെ സിംഗുലർ വരണം. പക്ഷേ ഇവിടെ തെറ്റ് ആണ്. ഇവിടെ ഏതാ ശരി ഉത്തരം? സുജീന്റെ ശബ്ദം ഒന്ന് കേട്ട് പിന്നെ സുജീനെ കേൾക്കുന്നില്ല. സുജി പറയുന്ന ഒന്നും കേൾക്കുന്നില്ല. എന്തോ ഒന്ന് ഹായ് എന്തോ പറഞ്ഞു, പിന്നെ ഒന്നും കേട്ടില്ല. വേറെ ആർക്കാ പറയാൻ സാധിക്കുക?
ആർക്കെങ്കിലും പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞോളൂ. ഉത്തരം, സമയം കളയുന്നില്ല, ആൻസർ എന്ന് പറയുന്നത് ആൻസി പറഞ്ഞോ. എന്താണ് ആൻസി ബി എസ്? ഹലോ, ഉത്തരം എന്താ ആൻസി? കേൾക്കുന്നുണ്ട്? ഹലോ, ആൻസി ഉത്തരം പറ. ഹലോ സാർ, കേൾക്കാവോ? കേൾക്കാം. ഉത്തരം ഫ്ലൈ, പ്ലൂറലാണ്. എന്തുകൊണ്ടാണ് ഹലോ, ആൻസി? ഓക്കെ, നമുക്ക് ആൻസിന്റെ ശബ്ദം കേൾക്കുന്നില്ല. നമുക്ക് അടുത്ത ആളെ നോക്കാം. ഓക്കെ, എനിവേ വൺ ഓഫ് വന്നതുകൊണ്ട് വൺ ഓഫ് കഴിഞ്ഞിട്ട് ദാറ്റ് വന്നുകൊണ്ട് ഫ്ലൈ. യെസ്. അടുത്ത ചോദ്യമാണ്. നിങ്ങൾ കമന്റ് ആയിട്ട് ഇട്ടാൽ മതി, ഞാൻ ചോദിക്കുന്നില്ല. കമന്റ് ആയിട്ട് എല്ലാവരും ഒന്ന് കമന്റ് പറഞ്ഞാൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 17ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. ആൻസി ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം കേട്ടോ. ചില ആൾക്കാർക്ക് മാത്രം ശരിയാവുന്നുള്ളൂ ശബ്ദം, ചിലരുടെ ശരിയാവുന്നില്ല. നോ പ്രോബ്ലം. ഓക്കെ, അത് നിങ്ങൾ യൂസ് ചെയ്യുന്ന മൈക്കിന്റെ ഒക്കെ പ്രശ്നങ്ങളാവാം. ഓക്കെ, അവിടെ മേരി പറയുന്നു. ഓക്കെ, അശ്വതി പറയുന്നു എന്താണ് വൺ ഓഫ് വന്നു പ്ലൂറൽ, പക്ഷെ ഇവിടെ ഹൂ വന്നതുകൊണ്ട് പ്ലൂറൽ മതി, സിംഗുലർ വേണ്ട. അതുകൊണ്ട് സ്റ്റഡിങ് വൺ ഓഫ് ദ സ്റ്റുഡൻസ് ഹു ആർ സ്റ്റഡിങ്, ING വന്നിട്ടുണ്ട്. one of the students who are studying is sitting on the table. Okay. Rule number 6. ആറാമത്തെ റൂളിലേക്ക് വരികയാണ്. ഡിസ്റ്റൻസ്, ടൈം, എമൗണ്ട് ഓഫ് മണി, ക്വാണ്ടിറ്റി, മെഷർമെന്റ്, പീരീഡ് ഓഫ് ടൈം എന്നിവയെ കുറിച്ച് പറയുമ്പോൾ സിംഗുലർ വെർബ് ഉപയോഗിക്കണം. സിംഗുലർ ആയിരിക്കും. ദൂരം, സമയവും എമൗണ്ട് ഒക്കെ പറയുമ്പോൾ 5 kilometers is not a long distance. 6 feet is his height. 10 kilometers of chicken, 10 kilos of chicken is not enough for 60 persons. 1000 rupees, ഇതൊക്കെ പൈസയും അളവുകളും തൂക്കമൊക്കെ പറയുമ്പോൾ എപ്പോഴും സിംഗുലർ ആയിരിക്കും. ഓക്കെ, സുജി മൈക്കോടാക്കാൻ പറ്റില്ല, നോ പ്രോബ്ലം കേട്ടോ. ഓക്കെ, എ ലോട്ട് ഓഫ് വാട്ടർ അല്ലേ, അതൊക്കെ അളവ്, വെള്ളത്തിന്റെ അളവാണ്. എ ലോട്ട് ഓഫ് മണി, 30 miles ഡിസ്റ്റൻസ് ആണ് അല്ലെ. സം ഓഫ് ദിസ് മണി ഈസ്, വേറെ ഒന്നും പഠിക്കാനൊന്നുമില്ല, നിസ്സാരമായിട്ടുള്ള കാര്യമാണ്. ഈ ചോദ്യത്തിന്റെ ഉത്തരം 18ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ചെയ്ത് നോക്കട്ടെ. 18 സമയം എത്രയും സമയം അതിൻ്റെ ഇടയ്ക്ക് നോക്കണം. ഓക്കെ, എന്താ ആൻസർ? തീർച്ചയായിട്ടും 20 rupees ഈസ് അല്ലെ, പണമാണ്, പണം. അടുത്ത ചോദ്യം 19ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. 19. വെരി ഗുഡ്. 2 kilos ഓഫ് പൊട്ടാറ്റോസ് അല്ലെ ഈസ്, അളവിനെ കുറിച്ചാണ്, മെഷർമെന്റ്, തൂക്കം, വെയിറ്റ് അല്ലെ ഈസ്. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്.